റോമിലെ ജെമില്ലെ ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി സ്ഥായിയായി തുടരുന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് ബുധനാഴ്ച വൈകുന്നേരം പുറത്തുവിട്ടത്. പുതിയ തരത്തിലുള്ള ശ്വസന പ്രതിസന്ധി പാപ്പയ്ക്ക് ഉണ്ടായിട്ടില്ലെന്നും വത്തിക്കാൻ അറിയിച്ചു. നേരത്തെ തീരുമാനിച്ചിരുന്നതുപോലെ പകൽ ഹൈഫ്ലോ ഓക്സിജനേഷനും രാത്രി നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷനും പാപ്പയ്ക്ക് നൽകി വരുന്നതായും വത്തിക്കാൻ അറിയിച്ചു. പാപ്പയുടെ ശ്വസന പ്രക്രിയ മെച്ചപ്പെട്ടതായും ബുധനാഴ്ച പാപ്പ ആംചെയറിൽ സമയം ചിലവഴിച്ചതായും വത്തിക്കാൻ വെളിപ്പെടുത്തി. രോഗത്തിന്റെ സങ്കീർണത കണക്കിലെടുത്ത് പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി പാപ്പയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും വെളിപ്പെടുത്തി. വിഭൂതി ബുധനിൽ ജെമില്ലെ ആശുപത്രിയിലെ 10ാം നിലയിലുള്ള പാപ്പയുടെ അപ്പാർട്ട്മെന്റിൽ രാവിലെ വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടു. പാപ്പ ക്ഷാരം ആശീർവദിക്കുകയും കാർമികൻ ക്ഷാരം പൂശുകയും ശേഷം പാപ്പ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തതായി വത്തിക്കാൻ അറിയിച്ചു. ആശുപത്രിയിൽ പാപ്പയ്ക്കായി സജ്ജീകരിച്ച വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കു ശേഷം പാപ്പ വത്തിക്കാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതനായതായും വത്തിക്കാൻ അറിയിച്ചു. പാപ്പ രാവിലെ തന്നെ ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയത്തിലെ ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റോമനെല്ലിയെ ഫോണിൽ വിളിച്ചതായും വത്തിക്കാൻ പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. വൈകുന്നേരം പാപ്പ വിശ്രമിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്തതായും വത്തിക്കാൻ അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കാര്യമായ ശ്വസന പ്രതിസന്ധി പാപ്പയ്ക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കിയ പാപ്പയുടെ ഡോക്ടർമാർ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങളിൽ കൃത്യമായ വിലയിരുത്തൽ നടത്താൻ ഇനിയും സമയം ആവശ്യമാണെന്നും അറിയിച്ചു. നിലവിൽ രോഗത്തിന്റെ സങ്കീർണത സ്ഥായിയായി തുടരുന്നതായും ഡോക്ടർമാർ വെളിപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.